നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററായ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ യൂണിറ്റിൽ 59ാമത്തെ ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ നോക്കി. ഇനി വളരെ കുറച്ച് പോർഷൻസും കൂടെ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മളിനി 7ാമത്തെ യൂണിറ്റ് തുടങ്ങും. അപ്പോൾ നോക്കിയോളൂ, ഇതിൻ്റെ അകത്ത് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്താണ്, അല്ലെങ്കിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്താണ്, അതുവരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഹൗ ക്യാൻ എക്കണോമിക് ഗ്രോത്ത് ബി അച്ചീവ്ഡ് ത്രൂ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? അതായത് സുസ്ഥിര വികസനത്തിലൂടെ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലൂടെ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച നമുക്ക് എങ്ങനെ കൈവരിക്കാം? സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് നമുക്ക് എങ്ങനെ കൈവരിക്കാം? ഏതുവഴി? ത്രൂ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ സുസ്ഥിര വികസനത്തിലൂടെ. എന്താണ് ആൻസർ? എക്കണോമിക് ഗ്രോത്ത് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ എ ബാലൻസ് ബിറ്റ്വീൻ ദ വെൽഫെയർ ഓഫ് ദി എൻവയോൺമെൻറ്റ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ. എന്താ മനസ്സിലായി? എക്കണോമിക് ഗ്രോത്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും, എക്കണോമിക് ഗ്രോത്ത് നമുക്ക് കൈവരിക്കാം. എങ്ങനെയാണ്? ത്രൂ എ ബാലൻസ് ബിറ്റ്വീൻ, ഒരു ബാലൻസിലൂടെ. ഏതൊക്കെ തമ്മിലുള്ള ബാലൻസിലൂടെ? ബാലൻസ് എന്ന് വെച്ചാൽ ഒരു തുലനാവസ്ഥയിലൂടെ. ഏതൊക്കെ തമ്മിലുള്ള തുലനാവസ്ഥയിലൂടെ? ബിറ്റ്വീൻ ദ വെൽഫെയർ ഓഫ് ദി എൻവയോൺമെൻറ്റ്, എൻവയോൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ വെൽഫെയർ, പരിസ്ഥിതിയുടെ ക്ഷേമവും, പിന്നെ ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് വെച്ചാൽ ജീവിത നിലവാരവും, അല്ലേ? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ എന്ന് വെച്ചാൽ ജനങ്ങളുടെ ജീവിത നിലവാരം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിളും അതുപോലെ വെൽഫെയർ ഓഫ് ദി എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഒരു ബാലൻസിലൂടെയാണ് എക്കണോമിക് ഗ്രോത്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്. മനസ്സിലായോ? അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ എ ബാലൻസ് ബിറ്റ്വീൻ ദ വെൽഫെയർ ഓഫ് ദി എൻവയോൺമെൻറ്റ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ. സുസ്ഥിര വികസനത്തിലൂടെ എങ്ങനെയാണ് സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ കഴിയുന്നത്? പരിസ്ഥിതിയുടെ ക്ഷേമവും ജനങ്ങളുടെ ജീവിത നിലവാരവും തമ്മിലുള്ള സന്തുലനാവസ്ഥയിലൂടെ സാമ്പത്തിക വളർച്ച കൈവരിക്കാം. മനസ്സിലായല്ലോ എൻ്റെ ആൻസർ? ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഡിബേറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അതൊരു ക്വസ്റ്റ്യനും ആൻസേഴ്സും ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് ഡിബേറ്റായിട്ട് ചെയ്യണമെങ്കിൽ അത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ പ്രോസ്പെക്ട്സ് ആൻഡ് കൺസ്ട്രെയിൻസ് ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഉൽപ്പാദന വ്യവസായങ്ങളുടെ കൺസ്ട്രെയിൻസ് ആൻഡ് പ്രോസ്പെക്ട്സ് എന്ന് വെച്ചാൽ സാധ്യതകൾ, കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ പരിമിതികൾ. അപ്പോൾ ആ പ്രോസ്പെക്ട്സും കൺസ്ട്രെയിൻസും, അതിൻ്റെ സാധ്യതകളും അതിൻ്റെ പരിമിതികളും എന്തൊക്കെയാണ്, അതായത് അതിൻ്റെ ഗുണവും ദോഷവും എന്തൊക്കെയാണ്, അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഏതിൻ്റെ? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഉൽപ്പാദന വ്യവസായങ്ങൾ. എന്താണ് ഉൽപ്പാദന വ്യവസായങ്ങൾ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് നമ്മൾ പഠിച്ചല്ലോ. എന്താണ്? റോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചെടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന ഇൻഡസ്ട്രിയാണ് നമ്മൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഉൽപ്പാദന വ്യവസായങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോസ്പെക്ട്സും കൺസ്ട്രെയിൻസും നോക്കാം. പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിയുള്ളൂ. ഒന്ന്, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു, അല്ലേ? ഇതെന്ത് ചെയ്യുന്നു? തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരു പുതിയ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു പുതിയ പുതിയ വ്യവസായം തുടങ്ങുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, അല്ലേ? അതാണ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. നോക്കിയുള്ളൂ. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ക്രിയേറ്റ് ലാർജ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. വലിയ ഒരുപാട് തൊഴിലവസരങ്ങൾ, അല്ലേ? ജോബ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഉൽപ്പാദന വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്നു. അതാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്താണ്? ലാർജ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തത് എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ചാൽ സാമ്പത്തിക വളർച്ച. ഇൻക്രീസ് ദ കൺട്രീസ് ഇൻകം. ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് വരുമ്പോൾ അത് രാജ്യത്തിൻ്റെ ഇൻകം എന്ന് വെച്ചാൽ അതിൻ്റെ വരുമാനം, അല്ലെ? രാജ്യത്തിൻ്റെ വരുമാനം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. അടുത്ത മൂന്നാമത്തത് ഇംപ്രൂവ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഉയർന്ന ജീവിത നിലവാരം. അതെന്താണ് പറഞ്ഞിട്ടുള്ളത്? ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ റേസ്ഡ്. അതായത് പുതിയൊരു ഇൻഡസ്ട്രി വരുന്നു, അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് അവിടെ പണി കിട്ടുന്നു, അവർക്ക് കയ്യിൽ ക്യാഷ് വരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ ക്യാഷ് കൂടുതൽ വരുമ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം എന്ത് ചെയ്യുന്നു? വർദ്ധിക്കും, അല്ലേ? അപ്പോൾ ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ റേസ്ഡ്, അല്ലേ? ജനങ്ങളുടെ ജീവിത നിലവാരം എന്ത് ചെയ്യുന്നു? റേസ് ആവുന്നു, വർദ്ധിക്കുന്നു. അടുത്ത 4, യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി.
നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, അഡ്വാൻസ്ഡ് ടെക്നോളജി എന്ന് വെച്ചാൽ നൂതനമായിട്ടുള്ള അല്ലെ നല്ല പുതിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യ ടെക്നോളജിയുടെ ഉപയോഗം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇന്നൊവേഷൻ ആൻഡ് അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ്. ന്യൂ ടെക്നോളജീസ് അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അഡോപ്റ്റ് ചെയ്യുന്നു, ഉപയോഗപ്പെടുത്തുന്നു, അല്ല അതിൻ്റെ ഇന്നൊവേറ്റ് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. പുതിയ സാങ്കേതിക വിദ്യകൾ ഇന്നൊവേറ്റ് ചെയ്യുന്നു, കണ്ടുപിടിച്ച് അത് ഉപയോഗപ്പെടുത്തുന്നു. അതാണ് ഇന്നൊവേഷൻ ആൻഡ് അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ്. അടുത്തത് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. റിസോഴ്സ് യൂട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ റിസോഴ്സിനെ ഉപയോഗപ്പെടുത്തുന്നു. റിസോഴ്സ് എന്ന് വെച്ചാൽ വിഭവങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അതെന്താ പറഞ്ഞിട്ടുള്ളത്? പ്രോപ്പർ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ, അത് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നു, ശരിയായ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാധ്യതകൾ എന്ന് പറയുന്നത്. ഇനി നമ്മളിതിൻ്റെ പരിമിതികൾ അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് ആണ് നോക്കാൻ പോകുന്നത്. നോക്കിയോളൂ. ഒന്നാമത്തത് റീജിയണൽ ഇനിക്വാലിറ്റീസ് അല്ലേ? റീജിയണൽ ഇനിക്വാലിറ്റീസ് എന്ന് വെച്ചാൽ പ്രാദേശിക അസമത്വങ്ങൾ, പ്രാദേശികമായിട്ടുള്ള അസമത്വങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ്? ഡെവലപ്മെൻറ്റ് ഈസ് ലിമിറ്റഡ് ടു സർട്ടൺ ഏരിയാസ്. കുറച്ച് ഏരിയാസിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി എവിടെയാണോ വരുന്നത് അതും അതിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങൾ മാത്രം ഡെവലപ്പ് ആവുന്നു. അതിൻ്റെ അപ്പുറത്തോട്ടുള്ള പ്രദേശങ്ങളിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ അവിടെ എന്തുണ്ടായി? പ്രാദേശിക അസമത്വം അല്ലെങ്കിൽ റീജിയണൽ ഇനിക്വാലിറ്റി ഉണ്ടായി. അതാണ് ഡെവലപ്മെൻറ്റ് ഈസ് ലിമിറ്റഡ് ടു സർട്ടൺ ഏരിയാസ്. കുറച്ച് ഏരിയാസിൽ മാത്രമേ ഈ ഡെവലപ്മെൻറ്റ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തത് എൻവയോൺമെൻറ്റൽ പ്രോബ്ലം, പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. എന്ത് പരിസ്ഥിതി പ്രശ്നമാണ്? ഇറ്റ് കോസസ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് സച്ചാസ്. ഇത് പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു, കോസ് എന്ന് വെച്ചാൽ കാരണമാകുന്നു. ഏതൊക്കെയാണ് സച്ചാസ്? അതിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ എക്സെട്ര. സോയിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, അതുപോലെ എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള പലതരത്തിലുള്ള പൊല്യൂഷൻസ് എന്നറിയപ്പെടുന്ന എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസിന് ഇത് കാരണമാകുന്നു. ഇനി അടുത്തത് റിസോഴ്സ് ഡിപ്ലീഷൻ. റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ വിഭവ ശോഷണം. റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് വെച്ചാൽ വിഭവ ശോഷണം. എന്താണ്? അൺസയൻറ്റിഫിക് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ലീഡ്സ് ടു ഇറ്റ്സ് ഡിസ്ട്രക്ഷൻ. അൺസയൻറ്റിഫിക് ആയിട്ട് നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗപ്പെടുത്തുന്നത്, അൺസയൻറ്റിഫിക് എന്ന് വെച്ചാൽ അശാസ്ത്രീയമായിട്ട് പ്രകൃതി വിഭവങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അത് എന്തിലോട്ട് നയിക്കുന്നു? ലീഡ്സ് ടു ഇറ്റ്സ് ഡിസ്ട്രക്ഷൻ. അതിൻ്റെ നാശത്തിലേക്ക് നയിക്കുന്നു, അല്ലേ? അത് പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നതിലേക്ക് നയിക്കുന്നു. അതാണ് റിസോഴ്സ് ഡിപ്ലീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസോഴ്സ് എന്ന് വെച്ചാൽ വിഭവം, ഡിപ്ലീഷൻ എന്ന് വെച്ചാൽ ശോഷണം, വിഭവത്തിൻ്റെ ശോഷണം, വിഭവം ശോഷിക്കുന്നത്, അതെ, അത് പൂർണ്ണമായിട്ട് നശിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ. അടുത്ത നാലാമത്തത് ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് ലേബർ. സ്കിൽഡ് ലേബർ എന്ന് വെച്ചാൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ ഷോർട്ടേജ്, കുറവ്. വൈദഗ്ധ്യമുള്ള സ്കിൽഡ് ലേബറിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ ലാക്ക് ഓഫ് സ്കിൽഡ് ലേബറിൻ്റെ ലാക്ക്, അല്ലെ, കുറവ് അഫക്ട്സ് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നു? പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ ഉൽപാദനക്ഷമത. ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ക്ഷമത, അല്ലേ? ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാനുള്ള ക്ഷമത, അതാണ് പ്രൊഡക്ടിവിറ്റി. പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവ്, അല്ലേ, എബിലിറ്റി, അതിനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലാക്ക് ഓഫ് സ്കിൽഡ് ലേബറിൻ്റെ ലാക്ക്, കുറവ് അഫക്റ്റ് ചെയ്യുന്നു. എന്തിനെ അഫക്റ്റ് ചെയ്യുന്നു? പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമതയെ അഫക്റ്റ് ചെയ്യുന്നു, ബാധിക്കുന്നു. അഞ്ചാമത്തത് ഹെൽത്ത് പ്രോബ്ലംസ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ അഫക്റ്റ് പീപ്പിൾസ് ഹെൽത്ത്. ജനങ്ങളുടെ ഹെൽത്തിനെ, അല്ലേ, ജനങ്ങളുടെ ആരോഗ്യത്തെ വിവിധ തരത്തിലുള്ള പൊല്യൂഷൻസ് അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൻ്റെ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ പരിമിതികൾ എന്ന് പറയുന്നത്. ഇനി മലയാളം മീഡിയമാണ്. ഉൽപാദന വ്യവസായങ്ങളുടെ സാധ്യതകളും പരിമിതികളും എന്തെല്ലാം? സാധ്യതകൾ: തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഉൽപാദന വ്യവസായങ്ങൾ വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇനി സാമ്പത്തിക വളർച്ച, ഇത് രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നു. ഉയർന്ന ജീവിത നിലവാരം, മൂന്നാമത്തത്, ഇത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നു. നാലാമത്തത് നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ഉപയോഗപ്പെടുത്തുന്നു. അഞ്ചാമത്തത് വിഭവ വിനിയോഗം, പ്രകൃതി വിഭവങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു. ഇനി ഇതിൻ്റെ പരിമിതികളാണ്. ഒന്നാമത്തത് പ്രാദേശിക അസമത്വങ്ങൾ. എന്താണ് പ്രാദേശിക അസമത്വങ്ങൾ? വികസനം ചില മേഖലകളിൽ മാത്രമായി കേന്ദ്രീകരിക്കപ്പെടുന്നു. രണ്ടാമത്തത് പരിസ്ഥിതി പ്രശ്നങ്ങൾ. എന്തൊക്കെയാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ? മണ്ണ് മലിനീകരണം, ജലമലിനീകരണം, വായു മലിനീകരണം തുടങ്ങിയ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുന്നു. അടുത്തത് വിഭവ ശോഷണം. പ്രകൃതി വിഭവങ്ങളുടെ അശാസ്ത്രീയമായ ഉപയോഗം അതിൻ്റെ ശോഷണത്തിലേക്ക് നയിക്കുന്നു. അടുത്ത നാലാമത്തത് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ കുറവ്, വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ അഭാവം ഉൽപാദനക്ഷമതയെ ബാധിക്കുന്നു. 5 ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് വിവിധതരം മലിനീകരണം ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ യൂണിറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ അകത്തുള്ള മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ PDF നോട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നമ്മളെ ഒരു വാട്സാപ്പ്
ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 എന്നിങ്ങനെ വീഡിയോസിൻ്റെ നോട്ട്സൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിലോട്ട് പോവുക, അല്ലെങ്കിൽ ആ വീഡിയോ എടുക്കുക, അത് കാണുക, അതിൻ്റെ അകത്തുനിന്ന് ഈ ആൻസേഴ്സ് ഒന്ന് പഠിക്കുക. പഠിച്ചതിന് ശേഷം വന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആൻസേഴ്സ് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്നവരുടെ പേരുകൾ നിങ്ങൾ ആൻസേഴ്സ് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. താഴെ നിങ്ങളുടെ പേരൊന്ന് എഴുതുക. അപ്പോൾ ആൻസേഴ്സ് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പേരുകൾ ഞാൻ മൺഡേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ, അവരുടെ പേരുകൾ. ഓക്കെ, നിങ്ങളുടെ സ്ഥലവും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. അപ്പോൾ നോക്കിയോളൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ലിസ്റ്റ് 3 എക്സാമ്പിൾസ് ഫോർ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. അതായത് വിഭവങ്ങളെ നമ്മൾ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്നിങ്ങനെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. റിസോഴ്സസിനെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളെന്നും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളെന്നും അതിന് രണ്ടിനും ഓരോന്നിനും 3 എക്സാമ്പിൾസ് വെച്ച് എഴുതണം. റിന്യൂവബിൾ റിസോഴ്സസിന് 3 എക്സാമ്പിൾ എഴുതണം, നോൺ റിന്യൂവബിൾ റിസോഴ്സസിന് 3 എക്സാമ്പിൾ എഴുതണം. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ? വിവിധ തരം മലിനീകരണങ്ങൾ ഏതെല്ലാമാണ്? നമ്മൾ വിവിധ തരം മലിനീകരണങ്ങൾ എഴുതി, അതിൻ്റെ ഓരോന്നിനെയും വിശദീകരിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. നിങ്ങൾ ആ വിവിധ തരം പൊല്യൂഷൻസ് ഏതൊക്കെയാണ് എന്നുള്ള അത് മാത്രം ആ വേർഡ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അടുത്ത വിച്ച് അയൺ ഓർ ഇസ് കോൾഡ് ബ്ലാക്ക് ഓർ? ഇരുമ്പിൻ്റെ ഏത് അയിരാണ് കറുത്ത അയിര് എന്നറിയപ്പെടുന്നത്? അപ്പോൾ ബ്ലാക്ക് ഓർ അല്ലെങ്കിൽ കറുത്ത അയിര് എന്നറിയപ്പെടുന്ന അയണിൻ്റെ ഓർ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? ആ പേര് നമ്മളവിടെ എഴുതണം. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. ഗീവ് 2 എക്സാമ്പിൾസ് ഫോർ നോൺ മെറ്റാലിക് മിനറൽസ്. അലോഹ ധാതുക്കൾക്ക് 2 ഉദാഹരണം. ഏതെങ്കിലും 2 ഉദാഹരണം എഴുതണം. നോൺ മെറ്റാലിക് മിനറൽസ് അല്ലെങ്കിൽ അലോഹ ധാതുക്കൾക്ക്. ലോഹധാതുക്കൾ വേറെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ പേരും കൂടെ നോക്കി വെച്ചേക്കുക കേട്ടോ. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ബേസ്ഡ് ഓൺ ദ റോ മെറ്റീരിയൽസ് ഇന്ത്യാസ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 5. വാട്ട് ആർ ദേ? അതായത് റോ മെറ്റീരിയൽസിൻ്റെ അടിസ്ഥാനത്തിൽ, അസംസ്കൃത വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഉൽപ്പാദന വ്യവസായങ്ങളെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണ് എന്നുള്ളത് എഴുതണം. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഈ 5 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ 1 2 3 4 5 എന്ന നമ്പർ ഇട്ട് എഴുതുക. എന്നിട്ട് താഴെ നിങ്ങളുടെ പേരെഴുതുക. അതിൻ്റെ താഴെ നിങ്ങളുടെ പ്ലേസ് എവിടെയാണോ ആ പ്ലേസ് എഴുതുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ മൺഡേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പേരുകളും സ്ഥലവും നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.